കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട 2024 മുഴുവൻ വസ്തുതകളും കൃത്യമായിട്ട് ഓർഡറാക്കി അടുക്ക് ചുറ്റിയോട് പഠിക്കുകയാണ്. നമ്മുടെ 2024 മന്ത്ലി കറണ്ട് അഫയേഴ്സിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങിയാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, സെറ്റല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ആരാണ്? ശ്രദ്ധിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പുരസ്കാരമാണ് ബഷീർ പുരസ്കാരം. ബഷീർ പുരസ്കാരം കിട്ടിയത് ഈ സന്തോഷ് കുമാറിനാണെന്ന് പഠിച്ചു വെക്കുക. 2024 പ്രഖ്യാപിച്ച പുരസ്കാരമാണ് അല്ലേ. ബഷീറിൻ്റെ കൃതികളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന മനോഹരമായ കൃതികളായിരിക്കും ബഷീറിൻ്റെ കൃതികൾ. അപ്പോൾ ആലോചിക്കുക, ബഷീറിൻ്റെ കൃതികളിൽ പൊതുവേ കണ്ടുവരാറുള്ളതാണ് ഈ കുടയൊക്കെ ഉണ്ടാവാറില്ലേ. അതുപോലെ നാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരകത്തിൻ്റെ ഒരു മരമൊക്കെ ആലോചിച്ച് വെച്ചിട്ട് ആ കൃതി മനസ്സിലേക്ക് കയറ്റി വെക്കുക. 2024 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത്, ശ്രദ്ധിക്കണം ആ സംഖ്യ ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും, 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് നാരകങ്ങളുടെ ഉപമ. കൃതിയുടെ പേരെന്താണെന്ന് പറഞ്ഞു നോക്കിയേ കൂട്ടുകാരെ. നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കൃതിക്ക് സന്തോഷ് കുമാറിനാണ്. ഈ സന്തോഷ് കുമാറിനാണ്. അവിടെ ശ്രദ്ധിക്കണം, നമുക്ക് അത്രയ്ക്കും കൂടി പരിചയമുള്ള ഒരു പേര് ആയിക്കോളന്നില്ല സന്തോഷ് കുമാർ, എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പേര് ശ്രദ്ധിച്ചു വെക്കണം. 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് സന്തോഷപൂർവ്വം, സന്തോഷ് കുമാർ അല്ലെ. സന്തോഷപൂർവ്വമാണ് ബഷീറിന്റെ പുരസ്കാരങ്ങൾ നമ്മൾ അല്ലെ കൃതികൾ നമ്മൾ വായിക്കാറ്. അപ്പോൾ ഈ സന്തോഷ് കുമാർ ആലോചിച്ച് നോക്കുക. കൃതിയുടെ പേര് നാരകങ്ങളുടെ ഉപമ ആലോചിച്ച് നോക്കുക. അവിടെയാണ് ചേർത്ത് പഠിക്കേണ്ടത് 15ാമത് പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ. നോക്കൂ, ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് നമ്മുടെ സ്വന്തം മയ്യയുടെ കഥാകാരൻ അല്ലെ എം മുകുന്ദനാണ്. മുകുന്ദേട്ടനാണ് 15ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത്. എം മുകുന്ദന്റെ കൃതി ഏതാണ് മക്കളെ? നോക്കൂ, നൃത്തം ചെയ്യുന്ന കുടകൾ. കൃത്യമായിട്ട് പഠിച്ചോളുക. നൃത്തം ചെയ്യുന്ന കുടകളും നാരകങ്ങളുടെ ഉപമയും അല്ലേ. നാരകങ്ങളുടെ ഉപമ. പിക്ചർ കാണാം, ഒരു കുട പോലെ ഇങ്ങനെ ഒരു മരം കാണാം അല്ലേ. ഇവിടെ ഒരു കുട കാണാം അല്ലേ. കുടയിലൂടെ എന്താക്കിയാണ് ഇങ്ങനെ 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 ആക്കിയിട്ടില്ലേ. അപ്പൊ നൃത്തം ചെയ്യുന്ന കുടകളാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. 2 കൃതികള്, 2 വ്യക്തികൾ. നോക്കൂ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇവന്റ്. ആ ഇവന്റ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഒഡീഷയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് മുമ്പ് സൂപ്പർ കപ്പ് ഫുട്ബോൾ എന്നറിയപ്പെട്ടിരുന്നു. ഇപ്പൊ അതിന്റെ പേര് ചേഞ്ച് ചെയ്തു, കലിംഗ സൂപ്പർ കപ്പ് എന്നാക്കിയിട്ടുണ്ട്. കലിംഗ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒഡീഷയുടെ ഒരു ടച്ച് വരുന്നില്ലേ? വരണം, മനസ്സിലേക്ക് കയറ്റണം. കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. കലിംഗ സൂപ്പർ കപ്പ്. അവിടെ അങ്ങനെയും ചോദിക്കാം. ഇപ്പൊ 2024 ശ്രദ്ധിക്കൂ, 2024 സൂപ്പർ കപ്പ് ഫുട്ബോൾ അഥവാ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ഇവന്റുകൾ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും. 2024 ഇപ്പം ക്ലാസ് എടുക്കുന്ന ഈ വർഷമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 2023 നടന്ന ലോക ഹോക്കി വേൾഡ് കപ്പ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പഠിച്ചതാണ് അല്ലേ. കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ അത് ഒഡീഷയിലായിരുന്നു. അതേ ഒഡീഷയിൽ എന്ത് നടക്കുകയാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സൂപ്പർ കപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. അപ്പൊ സൂപ്പർ കപ്പ് ഫുട്ബോള് എവിടെ വെച്ച് നടന്നു? കലിംഗ സൂപ്പർ കപ്പ് അത് ഒഡീഷയിൽ വെച്ച് നടന്നു. ആർക്കാണ് ആ സൂപ്പർ കപ്പ് ഫുട്ബോളില് കിരീടം കിട്ടിയത് അല്ലെങ്കിൽ ജേതാക്കളായത് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ FC. ഒന്ന് പഠിച്ചു വെക്കണേ മക്കളെ, ശ്രദ്ധിക്കൂ. ഈസ്റ്റ് ബംഗാൾ FC ക്ലബ്ബാണ്. അപ്പോൾ FC എന്നുള്ള പേരും ഈസ്റ്റ് ബംഗാൾ എന്നുള്ള പേരും ഒന്ന് ഓർത്ത് വെക്കേ. ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ FC ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ അത് കിട്ടിയേ. നോക്കൂ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് വരുന്നത് കേട്ടോ. എവിടെയാണെന്ന് ചോദിച്ചാൽ മലയൻ കീഴാണ്. മലയൻ കീഴ്, മലയൻ കുഞ്ഞ് എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പം ഇനി മലയൻ കീഴ് മറന്നു പോകണ്ട. മലയുടെ തായ്വാരത്ത് അല്ലെങ്കിൽ കീഴെന്നൊക്കെ അങ്ങനെ മനസ്സിൽ കയറ്റി വെക്കുക. അവിടെ ഗ്രാമസഭ നടക്കുന്നു. അവിടെ ഓൺലൈനായിട്ട് മലയൻ കീഴ് ഗ്രാമസഭ എങ്ങനെ നടക്കുന്നു? ഓൺലൈനായിട്ട്. കേരളത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻ കീഴ്. നോക്കൂ, ഒഡീഷയിൽ വെച്ച് നടന്ന സൂപ്പർ കപ്പ് ഫുട്ബോളിലെ എവിടെയാണ്? കലിംഗ സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ച് നടന്നു. ഓക്കെ. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ സന്തോഷ് കുമാറും 15ാമത് പുരസ്കാരം കിട്ടിയത് അല്ലെ. 16 സന്തോഷ് കുമാർ ആണെങ്കിൽ 15 എം മുകുന്ദൻ മറന്നു പോകില്ല. ഓക്കെ. നോക്കൂ, പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് കടക്കാം നമുക്ക്. 2024 ജനുവരിയിൽ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച എലിസബത്ത് ബോൺ, അവരുടെ പേരെന്താണ് മക്കളെ?
എലിസബത്ത് ബോൺ. PSC എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇപ്പം PSCയിൽ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ച് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസോട് കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, 2024 ജനുവരിയിൽ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? എലിസബത്ത് ബോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇനി നമ്മുടെ എലിസബത്ത് രാജ്ഞി ഒന്നും ആലോചിക്കേണ്ട, ബ്രിട്ടനിലെ ഇതാരാണ് എലിസബത്ത് ബോൺ. അവര് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പൊ നോക്കൂ, ഫ്രാൻസിൽ അപ്പോൾ അവർ രാജിവെച്ചല്ലോ. നിലവിൽ അപ്പോൾ ഫ്രാൻസിന്റെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്താണ് കേട്ടോ. നോക്കൂ, പ്രധാനപ്പെട്ട പദവികൾ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിലവിൽ ആരൊക്കെയാണ് ഇന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ 1-2 ആഴ്ച മുമ്പുള്ള കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പം നിലവിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെയാണ് ഈ ചെറുപ്പക്കാരെ കണ്ടത്. വളരെ ചെറുപ്പമാണ് അല്ലേ, നല്ല ചുറുചുറുക്കുള്ള ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയേൽ അറ്റാൽ. എന്താണ്? ഗബ്രിയേൽ അറ്റാൽ. അറ്റാൽ ആ പേര് പഠിച്ചു വെച്ചേ, ഗബ്രിയേൽ അല്ലേ. അപ്പൊ ആരാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി? ഗബ്രിയേൽ അറ്റാൽ. മറന്നു പോകണ്ട, സുന്ദരനെ പഠിച്ചോളുക, മനസ്സിൽ കയറ്റിക്കൊള്ളുക. ഗബ്രിയേൽ അറ്റാൽ. ആരാണ്? ഗബ്രിയേൽ അറ്റാൽ. നോക്കൂ, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്കറിയാം 2024 നമ്മുടെ ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടത്തിയ സമയത്ത് അവിടെ മുഖ്യ അതിഥിയായി ഉണ്ടായിരുന്നത് ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് പലപ്പോഴും നമുക്കറിയാം ലോക നേതാക്കന്മാരുടെ വേദിയിലെല്ലാം ഫ്രാൻസിന്റെ പ്രസിഡന്റാണ് ഉണ്ടാവാറ്. ഫ്രാൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇതായി കാണുന്ന ചിരിച്ചിരിക്കുന്ന നമ്മുടെ ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ്. പഠിച്ചോളുക, ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. 2024 നമുക്ക് പഠിക്കാനുണ്ട് റിപ്പബ്ലിക് ദിന പരേഡ്. നമ്മൾ പ്രത്യേകം പഠിക്കും. ആ റിപ്പബ്ലിക് ദിന പരേഡിനകത്ത് ഇന്ത്യയിൽ മുഖ്യ അതിഥിയായി അവിടെ ഉണ്ടായിരുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്, ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. ഓക്കെ, പ്രധാനമന്ത്രി ഗബ്രിയേൽ ആണ്. ഗബ്രിയും മാക്രോണും നിങ്ങൾ മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലിസബത്ത് ബോൺ ആയിരുന്നു ഫ്രാൻസിൽ രാജിവെച്ച അവിടുത്തെ മുൻ പ്രധാനമന്ത്രി. സെറ്റാണ്. അടുത്തൊരു പോയിന്റ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാം. ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണെങ്കിൽ ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെറിംഗ് ടോബ്ഗെ. എന്താണ്? ഒന്ന് പറഞ്ഞേ നോക്കൂ, ഷെറിംഗ് ടോബ്ഗെ. ആ പേരൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. ഭൂട്ടാൻ അല്ലെ, ഭൂട്ടാൻ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ ഭൂട്ടാൻ എന്ന് പറയുന്നത് ഷെറിംഗ് ടോബ്ഗെ അല്ലെ. ഭൂട്ടാൻ എന്ന് പറയുന്ന ഭൂട്ടാൻ എന്ന് പറയില്ല, ടോബ് എന്നൊക്കെ ആലോചിക്കുക. അപ്പോ ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഷെറിംഗ് ടോബ്ഗെ. ഇവിടെ നോക്കൂ, ഭൂട്ടാന്റെ രാജാവാരാണ് മക്കളെ? ഭൂട്ടാന്റെ രാജാവാരാണ്? ഇതാണ് കേട്ടോ പ്രധാനമന്ത്രി. ആ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? നിങ്ങൾ മനസ്സിൽ കേട്ടി കേട്ടോ. ഇതൊക്കെ പറയുമ്പം ഷെറിംഗ് ടോബ്ഗെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മറ്റൊരു സുന്ദരനെ കണ്ട നിങ്ങൾ അല്ലേ? എന്താ ഇരിപ്പ്! ഭൂട്ടാന്റെ രാജാവാണ്. ഭൂട്ടാന്റെ രാജാവ് ഇദ്ദേഹമൊക്കെ ആയിട്ട് പ്രധാനമന്ത്രി നടത്തിയ പല സന്ധി സംഭാഷണങ്ങളുടെ പിക്ചറൊക്കെ നമുക്ക് നവമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ ആണെങ്കിൽ ഭൂട്ടാന്റെ രാജാവ് പേര് വായിക്കൊള്ളില്ല, പക്ഷെ എന്നാൽ നമുക്ക് പഠിച്ചു വെക്കുക, വേറെ മാർഗല്ലടാ. ജിങ്മേ ഖേസർ നാഗേൽ വാങ്ചുക്. 1 കിലോമീറ്റർ പോകണം തോന്നില്ലേ പേര് കാണുമ്പോൾ? ജിങ്മേ ഖേസർ നാഗേൽ വാങ്ചുക്. ഇത് മലയാളത്തിലേക്ക് മാറ്റുമ്പം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ PSC കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കൊടുക്കട്ടോ. അപ്പോൾ ജിങ്മേ ഖേസർ നാഗേൽ വാങ്ചുക് ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരു 3-4 തവണ പറഞ്ഞു നോക്കിയേ. ജിങ്മേ ഖേസർ നാഗേൽ വാങ്ചുക്. അതാണ് നമ്മുടെ ഭൂട്ടാന്റെ രാജാവ്. ഭൂട്ടാന്റെ നിലവിലെ ഇപ്പോഴത്തെ രാജാവ് കുറച്ച് വർഷങ്ങളെ അദ്ദേഹം തന്നെയാണ്. ജിഗ്മേ ഖേസർ നാഗേൽ വാങ്ചുക്. സെറ്റാണ്. എന്തെങ്കിലും കോഡൊക്കെ ആക്കി നിങ്ങൾ പഠിച്ചു വെക്കണേ. യെസ്. അടുത്തൊരു പോയിന്റ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഥവാ സപ്ലൈകോയുടെ നിലവിലെ ചെയർമാൻ. ശ്രദ്ധിക്കും മക്കളെ, ഇത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ 2-3 മാസം ഇദ്ദേഹം തന്നെയാണ്. നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടെങ്കിൽ 2024 ഏത് എക്സാമാണോ പോകുന്നത് ആ എക്സാമിന് മുമ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഇദ്ദേഹം ഏറെ വിവാദത്തിൽ ഉൾപ്പെട്ട ഒരു സിവിൽ സർവൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയത്. നമുക്ക് PSCക്ക് ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നിലവിലെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമനാണ് അല്ലേ. ഒരുപാട് വിവാദങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തെ, അതുകൊണ്ടുകൂടി ഒന്ന് ഓർത്തു വെക്കുക. സപ്ലൈകോയുടെ ചെയർമാനാണ് നിലവിലൊക്കെ. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ
ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് അല്ലേ, നമ്മുടെ ജീവിതം അല്ലേ, നമ്മുടെ ജീവൻ, ഇതൊക്കെ ഒരു കൊണ്ടുപോകുന്ന ഒരു വാഹനം. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫാണ് കേട്ടോ. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. പലപ്പോഴും നമ്മൾ ആംബുലൻസിനെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ കാണാറുണ്ടല്ലേ വാർത്തകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. നോക്കൂ അടുത്തൊരു പോയിന്റ്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം ഏതാണ്? ഈ കാണുന്ന അല്ലേ അമേരിക്കയുടെ അടുത്ത് നമ്മൾ വാങ്ങിയ വിമാനമാണ് C-130J. ഏതാണ് ആ വിമാനം? എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞേ C-130J. കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയത് C-130J. അത് മനസ്സിൽ കയറ്റിക്കഴിഞ്ഞാൽ ഇടക്കിടക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും. അപ്പൊ കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായിട്ട് രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനമാണ് C-130J. ഓക്കെ, ശ്രീറാം വെങ്കിട്ടറാമിന്റെ പേര് ഓർത്ത് വെക്കുക. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്, ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. കാർഗിൽ എയർ സ്ട്രിപ്പിൽ അല്ലേ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനമാണ് ആദ്യമായിട്ട് C-130J എന്ന കാര്യവും മറക്കരുത്. നോക്കൂ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില പോയിന്റിലേക്ക് കിടക്കാം. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ്? ഈ കാണുന്ന ജപ്പാന്റെ ആദ്യമായിട്ട് അവർ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ചന്ദ്രോപരിതലത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഒരു ദൗത്യം മിഷനാണ് സ്ലിം എന്ന് പറയാം. വളരെ വളരെ സ്ലിം ആയിട്ടുള്ളൊരു ആളെന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ആലോചിക്കുക, സ്ലിം, ആ പേര് മനസ്സിലാക്കിയിട്ട് ജപ്പാനി കുഹു കുഹു എന്നൊക്കെ നിങ്ങൾ സിനിമയൊക്കെ ഉണ്ടല്ലേ. ഇത് ഇനി ജപ്പാൻ കേൾക്കുമ്പോൾ സ്ലിം ജപ്പാന്റെ ചന്ദ്ര അല്ലേ പര്യവേഷണ ദൗത്യമാണ് സ്ലിം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. എന്താടാ പിള്ളേരെ ഒന്ന് പറഞ്ഞേ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അല്ലെ, മൂൺ. അതാണ് എന്ത്? സ്ലിം. അപ്പൊ ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം. പഠിച്ചോളുക. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ലിം പഠിച്ചു, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട. പക്ഷെ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട അല്ലേ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ കാണുന്ന ആദിത്യ L1. ആദിത്യ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ കുറച്ചു കാലമായി PSC ഒരു ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അത് സൂര്യനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ആദിത്യ L1 നമ്മുടെ ആദ്യത്തെ സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ പ്രഥമ സൗര ദൗത്യമാണ് ആദിത്യ L1. ഒരു സംശയമില്ലാലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ആദിത്യ L1ന്റെ ഒന്നാം ലഗ്രാഞ്ച് അഥവാ L1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആ L1ന്റെ ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു ബിന്ദുവിലേക്ക്, അതിന്റെ ഭ്രമണപഥത്തിലേക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 എത്തി. നോക്കൂ, 2024 സംഭവിച്ചത്. 2024 ജനുവരി മാസം 6-ാം തീയതി കൃത്യമായിട്ട് പഠിച്ച എല്ലാവരും 2024 ജനുവരി മാസം 6-ാം തീയതി 2024 ജനുവരി 6 ഉറപ്പിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനത് മാറ്റി എഴുതാം, 2023 ശ്രദ്ധിക്കണം. ഡേറ്റ് സെപ്റ്റംബർ മാസം 2-ാം തീയതി. എന്താണ്? അത് സ്റ്റാർ ഇട്ട് വെക്കാം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ് ആണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ എഴുതാൻ പോകുന്ന 2024, 2025 എക്സാം ആണെങ്കിലും ഒക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ്. 2023 സെപ്റ്റംബർ 2 ഒരുപാട് തവണ PSC ചോദിച്ചു ഇതിനോടകം തന്നെ. ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് ശ്രദ്ധിക്കും മക്കളെ, 2023 സെപ്റ്റംബർ 2-നാണ്. അപ്പൊ അന്ന് വിക്ഷേപിച്ച ഈ ആദിത്യ അല്ലെ മാസങ്ങൾ കഴിഞ്ഞു. 2024 ജനുവരി 6 സമയത്ത് അതിന്റെ മിഷൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനിലേക്ക് അങ്ങോട്ട് ഇടിച്ചു പോകാൻ പറ്റുമോ? ആദിത്യനെ ഇവിടുന്ന് വിട്ടതാ സൂര്യൻ്റെ അകത്തേക്ക്? അല്ല. നോക്കൂ, 15 കോടിയിലെ ഈ പറയുന്ന കിലോമീറ്റർ, 15 കോടി കിലോമീറ്റർ അകലെയാണ് നമ്മുടെ സൂര്യേട്ടൻ കിടക്കുന്നത് അല്ലേ. സൂര്യേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അതിൽ 100-ൽ 1 എന്ന് വെച്ചാൽ ഏകദേശം 1% ദൂരം മാത്രമേ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഒരു മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ.
അവിടെ നിന്നുകൊണ്ട് ഏകദേശം 1% ദൂരത്തിൻ്റെ 1% മാത്രം ദൂരം പോയിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ആദിത്യ L1 നമ്മൾ വിക്ഷേപിക്കുന്നത്. ആ 1% ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം നോക്കൂ, ഈ പറയുന്ന 1.5 മില്യൺ കിലോമീറ്റർ, ആ ഭൂമി ഇതാ കിടക്കുന്ന ഭൂമിയിൽ നിന്ന് ആ ഭൂമിയായിട്ടെന്ന് നമ്മൾ ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം, ഒരു ഭ്രമണപഥം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ പറയുന്ന ലഗ്രാഞ്ച് അഥവാ L1 എന്ന് പഠിക്കാം. അപ്പോൾ ഒന്നാം ലഗ്രാഞ്ച് അവിടെ എത്തി, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ആ ഭ്രമണപഥത്തിൽ കൃത്യമായിട്ട് കറങ്ങിക്കൊണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കുകയാണ് ആദിത്യ L1. ഓക്കെ ആണോ? അപ്പൊ ഇത് ആ ഒരു പൊസിഷനിൽ L1 എത്തുന്നത് 2024 ജനുവരി 6-നാണെന്ന് പഠിച്ചു വെക്കുക. ഇവിടെയാണ് ഞാൻ കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദിത്യയുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ ഗവേഷണ ദൗത്യമാണ് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി ക്ലാസ് സോളാർ മിഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇത് വിക്ഷേപിച്ചത് ISROയുടെ PSLV XL എന്ന് പറയുന്ന റോക്കറ്റ് ആണ്. അത് ഞാൻ ഇവിടെ മാറ്റി എഴുതാം, ഇവിടെ മുകളിൽ എഴുതാം കേട്ടോ. PSLVയുടെ XL എന്ന് പറയുന്ന റോക്കറ്റ്, അതുകൂടി നോട്ട് ചെയ്തോളാം. അപ്പോൾ ഈ ഡേറ്റും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദിത്യ L1 വിക്ഷേപിച്ച ISROയുടെ റോക്കറ്റ് ഏതാണ്? PSLV XL. ഓക്കെ ആണോ? സെറ്റ് ആണോ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, നിങ്ങൾക്കറിയാം ശ്രീഹരിക്കോട്ടയാണ് വിക്ഷേപിച്ചത്. അപ്പോൾ അത് ഈ പറയുന്ന സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. അതിൻ്റെ ഏകദേശം ചെലവ് ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ടിലകത്തേക്ക് എഴുതിയെടുക്കണേ, നിർബന്ധമായിട്ട് എഴുതിയെടുക്കണം. 378, ഏകദേശം വേണമെങ്കിൽ റൗണ്ടേക്ക് 380 എന്നൊക്കെ ചില പുസ്തകങ്ങൾ കാണാം. നിങ്ങൾ 378.53 കോടി രൂപയാണ്. 378 കോടി, എത്രയാടാ? 378 കോടി അല്ലേ? 378.53 ക്രോറാണ് ഈ പറയുന്ന ഈ ഒരു മിഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത്. 4 മാസം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 4 മാസം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരിയിൽ അവിടെ എത്തി. 4 മാസം അല്ലേ? ഓക്കെ. 7ഓളം പേലോഡുകൾ ഈ പറയുന്ന വിക്ഷേപിച്ച ഉപഗ്രഹത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കാര്യം ശ്രദ്ധിച്ചു വെക്കുക. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വിശദമായിട്ട് അടുത്ത സ്ലൈഡ് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആദിത്യ എന്താണെന്നൊരു ധാരണയും കിട്ടി. ഇനി ആദിത്യയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതാ നോക്കൂ. ഇവ L1, L4, L3 ഒക്കെ കാണുന്നെങ്കിൽ അത് വിശദമായിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നിട്ട് നിങ്ങൾ പഠിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. ഡിഗ്രി ലെവൽ എക്സാമിന് അങ്ങനെ ചോദിക്കും, പക്ഷേ ഒരു ബേസിക് ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം മിനിമം. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ISROയുടെ പദ്ധതികൾ സെപ്പറേറ്റ് വേറെ ക്ലാസ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഭൂമി ഇതാണ്. അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് നമ്മൾ L1 എന്ന് പറയുന്ന നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. മൂപ്പർ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസം 6-ാം തീയതി 2024 ജനുവരി മാസം 6-ാം തീയതി L1 എത്തുകയാണ്. ഓക്കെ, സെറ്റാണോ പറഞ്ഞത്? സൂര്യനോട് കിടക്കുക കേട്ടോ, സൂര്യനോട് കിടക്കുക. ഭൂമിയിൽ നിന്നും സൂര്യന്റെ നേരെ 15 ലക്ഷം കിലോമീറ്റർ അല്ലേ? 15 ലക്ഷം കിലോമീറ്റർ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഈ ഒന്നാം ലഗ്രാഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് 1.5 മില്യൺ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കേട്ടോ. അതാണ് നേരത്തെ അവിടെ 1.5 അവിടെ 15 പറഞ്ഞത്. അപ്പോൾ ആ ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിൽ L1 എന്ന് പറയുന്ന പോയിന്റിൽ ആ പോയിന്റിൽ ചുറ്റുമായിട്ടുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് നമ്മൾ ഇത് എത്തിക്കുകയാണ്. എന്നിട്ട് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് ഏകദേശ ദൂരത്തിൻ്റെ 1% മാത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ ഏതാണ്ട് 4 ഇരട്ടി വരും. അത് നിങ്ങൾക്കറിയാം, ചന്ദ്രൻ വളരെ അടുത്താണ്. അതിൻ്റെ 4 ഇരട്ടി ദൂരത്ത് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? ആദ്യത്തെ എത്തി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊരു പ്രത്യേക ഭ്രമണപഥത്തിൽ ഇങ്ങനെ സൂര്യനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ആദിത്യ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനെ. ഇനി ആദിത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് വസ്തുതകൾ ഇതാണ്. നമുക്ക് ഏകദേശം ഒരു പിക്ചറാണ് പറഞ്ഞത് കേട്ടോ. ISROയുടെ സൈറ്റിൽ നമ്മൾ എടുക്കുന്ന പിക്ചറാണ് അതൊക്കെ. ഒരു സാങ്കല്പികമായിട്ടൊരു ഭ്രമണപഥം അവിടെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 15 ലക്ഷം കിലോമീറ്റർ. നോക്കൂ, 15 കോടി കിലോമീറ്റർ വരുന്നതിൻ്റെ ഈ പറയുന്ന അതിനകത്തേക്കാണ് ഈ പറയുന്ന ലക്ഷം വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ധാരണ വേണം. ഓക്കെ, 15 കോടിയോളം കിലോമീറ്റർ ആണ് നമ്മുടെ സൂര്യൻ്റെയും ഭൂമിയുടെയും നമ്മുടെ അകലം. അപ്പോൾ ഇവിടെ വെറും 15 ലക്ഷം കിലോമീറ്റർ ആണ് ഇത് വരുന്നതെന്ന് ആലോചിക്കാം. അവിടെയാണ് നോക്കൂ, സെപ്റ്റംബർ മാസം ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ല പരീക്ഷകൾ എന്ന് വെച്ചാൽ ഒരു സാധാരണ 10th ലെവൽ എക്സാമിനൊന്നും ഇങ്ങനത്തെ ഡേറ്റുകൾ ചോദിക്കില്ല. അപ്പോൾ മറ്റുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾ PDF ഒക്കെ നോക്കിയിട്ട് പഠിക്കുമ്പം എഴുതിയെടുക്കണം. ഓക്കെ, സെപ്റ്റംബർ മാസം 2-ാം തീയതി വിക്ഷേപിക്കുന്നു. സെപ്റ്റംബർ 5-ാം തീയതി 2ാമത്തെ ഭ്രമണപഥത്തിൽ എത്തുകയാണ്. ഇന്ത്യയിൽ നിന്നും 2ാമത്തെ ഭ്രമണത്തിൽ എത്തുകയാണ്. സെപ്റ്റംബർ മാസം അതുപോലെ തന്നെ 10-ാം തീയതി 3ാം ഭ്രമണപഥത്തിൽ എത്തുകയാണ്. സെപ്റ്റംബർ മാസം 15-ാം തീയതി ഓരോ 5 ദിവസം ഗ്യാപ്പാണ്. ഓക്കെ, സെപ്റ്റംബർ 5, 10, 15 4ാം ഭ്രമണപഥം. അപ്പം 2-ൽ 5-ലെത്തുന്നു, 10-ൽ 3-ലെത്തുന്നു, 15-ൽ 4-ലെത്തുന്നു. സെറ്റാണോ? അങ്ങനെ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്നും മാറി പുതിയ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ 2-ാം തീയതി വിക്ഷേപിച്ചു. 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ചുവെങ്കിലും നോക്കൂ, 2ാമത്തെ ഭ്രമണ പഥത്തിലെത്തുന്നത് സെപ്റ്റംബർ 5-നാണ്.
സെപ്റ്റംബർ 10-ന് 3-ലെത്തുന്നു, സെപ്റ്റംബർ 15-ന് 4-ലെത്തുന്നു, സെപ്റ്റംബർ 19 സമയത്ത് ഈ പറയുന്ന ഭൂഗുരുത്വാകർഷണത്തിൽ നിന്നും പുറത്തോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന 2024 ജനുവരി മാസം 6-ാം തീയതി എവിടെ എത്തുന്നു? ഈ പറയുന്ന L1 എന്ന് പറയുന്ന നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഭ്രമണപഥം അല്ലേ, അവിടെ എത്തുകയാണ്. അപ്പോൾ ആദിത്യയുടെ യാത്ര ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ L1-ൽ എത്താൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതാണ് ആ പറയുന്ന L1 എന്ന് പറയുന്ന ബിന്ദുവിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഏകദേശം മനസ്സിലായല്ലോ? യെസ്. ചിരിച്ചിരിക്കുന്ന മേഡത്തിനെ കാണും നിങ്ങൾ. ആരാണിത്? ഇവരുടെ പേരാണ് നിഖർ ഷാജി. തമിഴ്നാട്ടുകാരിയാണ്. ഇവരുടെ എന്താ പറയുക, ലൈഫും കാര്യങ്ങളൊക്കെ പല ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ നിങ്ങൾ ഇതിനോടൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാം. സൗരദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയേറെ നേട്ടങ്ങൾ നമ്മൾ സ്വന്തമാക്കാൻ പോവുകയാണ്. ആ ഒരു മിഷൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ നമുക്കറിയാം എസ് സോമനാഥ്. അന്ന് ഇതിൻ്റെ ഒരു മിഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു ISROയിലൊരു വാർത്താ സമ്മേളനം നടത്തുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുകൊണ്ട് വളരെ ചിരിച്ച് അല്ലേ നമ്മുടെ ലോകത്തെയും രാജ്യത്തെയും അഭിസംബോധന ചെയ്ത ആളുകളിൽപ്പെട്ട ഒരാളാണ് മേഡം. മേഡത്തിൻ്റെ പേരെന്താണ്? നിഖർ ഷാജിയാണ്. നിഖർ ഷാജി. ഒന്ന് പഠിച്ചു വെച്ചേ, നിഖർ ഷാജി. അപ്പോൾ ആദിത്യയുടെ അമരക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യ L1-ന്റെ പ്രൊജക്ട് ഡയറക്ടറിന്റെ പേര് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിഖർ ഷാജി. നിഖർ ഷാജി 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി ആദിത്യ L1 വിക്ഷേപിക്കുന്നു. 2024 ജനുവരി 6-ന് അത് L1 എന്ന് പറയുന്ന ഭ്രമണപഥത്തിലെത്തുന്നു. ആ ഒരു പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ISROയുടെ തലവൻ ആ സമയത്ത് എസ് സോമനാഥാണ്. പ്രൊജക്ട് ഡയറക്ടറാണ് നിഖർ ഷാജിയാണ്. നിഖർ ഷാജിയാണ്. പഠിച്ചുകൊടുക്കുക. നോക്കൂ, ആദിത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം ചോദിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ആദിത്യയെക്കുറിച്ച്, കൊറോണയെക്കുറിച്ചുള്ള പഠനത്തിന് പുറമേ, എന്താ കൊറോണ COVID-19 ആണോ? അല്ല. നിങ്ങൾക്കറിയാം സൂര്യൻ്റെ ഔട്ടറിൽ കാണുന്ന അല്ലേ ആ ഒരു ഓരോരോ ലെയറുകളായിട്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വേൾഡ് ജോഗ്രഫി ടോപ്പിക് നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ SCRT പാഠഭാഗത്ത് സൂര്യേട്ടനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കാനല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ സൂര്യേട്ടനെ കുറിച്ച് പഠിക്കും. നിങ്ങൾ കൊറോണയെ കുറിച്ചൊക്കെ പഠിക്കണം മക്കളെ. അപ്പോൾ കൊറോണയെക്കുറിച്ചുള്ള പഠനത്തിന് പുറമെ സൗരവാതങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം, സൗരപ്രതിഭാസങ്ങൾ, സൗരയുധത്തിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ തുടങ്ങിയവയെല്ലാം ആദിത്യ സൂക്ഷ്മമായിട്ട് പഠിക്കും. ചുരുക്കി പറഞ്ഞാൽ അല്ലേ, നമ്മൾ ഒരുപാട് സംഗതികൾ ആദിത്യക്ക് പണിയുണ്ട്. ആദിത്യ വെറുതെ അവിടെ ഇരിക്കല്ല ആണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കൊറോണയെക്കുറിച്ചുള്ള പഠനത്തിന് പുറമെ സൗരവാതങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം, സൗരപ്രതിഭാസങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് പണിയെടുക്കുന്നുണ്ട്? നമ്മുടെ ആദിത്യ L1 പണിയെടുക്കുന്നുണ്ട്. സെറ്റാണേ. അപ്പോൾ ആദിത്യയെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഒരു എഫക്റ്റിൽ നിൽക്കുമ്പോൾ അതാണ് പിടിച്ച അടുത്തൊരു ISROയുടെ പദ്ധതി. ISRO പദ്ധതികൾ പൊതുവേ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ നെറ്റി ചുളിക്കാറുണ്ട് പിള്ളേർ. ഇപ്പോൾ ഓഫ്ലൈൻസിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു വസ്തുതയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇഷ്ടത്തോടെ ഒന്ന് പഠിച്ചു നോക്കിയേ. ആദിത്യ സൂര്യൻ്റെ ദൗത്യം അല്ലേ, സൂര്യനുമായി ബന്ധപ്പെട്ട ദൗത്യം നമ്മൾ പഠിച്ചു. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു അല്ലേ. ഏതായിരുന്നു ആ ഒരു റോക്കറ്റ്? അതൊന്ന് ആലോചിച്ച് കിട്ടുന്നുണ്ടോ നോക്കിയേ. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ, ഡേറ്റ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും മാറിപ്പോവുക. അപ്പം നോക്കൂ, ജനുവരി മാസം 6-ാം തീയതിയാണ് ആദിത്യ L1 അവിടെ എത്തിയതെന്ന് നമ്മൾ പഠിച്ചു. എവിടെ എത്തിയത്? അതിൻ്റെ ഭ്രമണപഥത്തിൽ അല്ലേ. ഓക്കെ. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ന്യൂ ഇയർ ദിവസം 2024 ജനുവരി 1-ന് ഒരു ദൗത്യം നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് വിട്ടതറിയാം നിങ്ങൾ? മോളോട്ട് അല്ലേ. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ ആ ഒരു വാഹനം PSLV C-58. ഇത് പഠിക്കുമ്പോൾ മാറരുത്. കാരണം 58 PSLV C-58 എന്ന് ചിലപ്പോൾ പരീക്ഷ കൊടുക്കും. അതല്ലെങ്കിൽ എക്സ്പോസാറ്റ് എന്ന് കൊടുക്കും. XPOSAT എക്സ്പോസാറ്റ്. ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ ISROയുടെ 60ാമത് ദൗത്യം എന്ന് കൊടുക്കും. ഇങ്ങനെ 3 എണ്ണം പറഞ്ഞാലും സംഗതി ഒന്നാണ്. അപ്പം 2024 ജനുവരി മാസം 1-ാം തീയതി 2024 ജനുവരി മാസം 1-ാം തീയതി ISROയുടെ 60ാമത് ദൗത്യം PSLV C-58. ആ ഒരു പോയിന്റ് ഊന്നി പഠിക്കണം. ഓക്കെ. നമുക്ക് 100ാമത്തെ ദൗത്യം ഏതാണ്, 50ാമത്തെ ദൗത്യം ഏതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുൻവർഷങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം ISROയുടെ 60ാമത് ദൗത്യം 2024 ജനുവരി 1 ന്യൂ ഇയർ ദിവസം അല്ലേ അടിച്ചുപൊളിയായിട്ട് വിക്ഷേപിച്ചു.
PSLV C58 60 2 കുറയ്ക്കണം. 2 കുറച്ചേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. C58 അല്ലേ, C58 60ാമത് ദൗത്യം. അതിൻ്റെ മറ്റൊരു പേര് എക്സ്പോസാറ്റ് എന്ന് വിളിക്കാം. ഇതെന്തുമായി ബന്ധപ്പെട്ടതാ? ഈ കാണുന്ന സംഗതികൾ അല്ലേ, ഇതാണ് നമ്മുടെ എക്സ്പോസാറ്റ്. നോക്കൂ മക്കളെ, ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കുക. ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ബഹിരാകാശത്തെ എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? പൊടിപടലങ്ങളെ കുറിച്ചാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമാണോ? അല്ല അല്ലേ. അവിടുന്ന് ഉൽക്കകൾ വരുന്നത് അതിനെക്കുറിച്ചാണോ? അല്ല. ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്റേയുടെ എക്സ് നമുക്ക് അവിടെ കിട്ടും. എക്സ്റേ എക്സ് അല്ലേ, എക്സ്പോ സാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് പിടിക്കാം. എക്സ്പോസാറ്റ്. C58 മറക്കരുത്. C58 അതുപോലെ തന്നെ 60ാമത് ദൗത്യം മറക്കരുത്. 58ാമത് ദൗത്യം അല്ല, 60ാമത് ദൗത്യം. തിരിച്ചൊക്കെ ചോദിക്കും PSC കേട്ടോ. ചിലപ്പോൾ 58ാമത് ദൗത്യം PSLV C60 കൊടുക്കാം. അപ്പം നമ്മൾ തെറ്റിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കലാണ് എക്സ്പോസാറ്റിൻ്റെ ധർമ്മം. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ലോകത്തിൽ തന്നെ രണ്ടാമതായിട്ടാണ് ഈ രാജ്യം ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. വെച്ചാൽ അതിന് മുമ്പ് നേടിയത് അമേരിക്കയാണ്, നാസയാണ്. 180 വാട്ട് വൈദ്യുതി ഹ്രസ്വ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബഹിരാകാശത്ത് വെച്ച് സൃഷ്ടിച്ചു. അത് ശ്രദ്ധിക്കണം. അപ്പം 180 വാട്ടിൻ്റെ ഒരു വൈദ്യുതി ഹ്രസ്വ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു ദൗത്യത്തോടൊപ്പം അയച്ച സമയത്താണ് നമ്മളത് സൃഷ്ടിച്ചത്. അത്തരത്തിൽ ബഹിരാകാശത്ത് വെച്ചിട്ട് ഈ പറയുന്ന വൈദ്യുതി സൃഷ്ടിച്ച രണ്ടാമത്തെ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പം 180 വാട്ട് വൈദ്യുതി ഹ്രസ്വ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഈ എക്സ്പോസാറ്റ് മിഷൻ അഥവാ 2024 ജനുവരി 1 വിക്ഷേപിച്ച PSLV C58 വാഹനം ഉൾപ്പെടുന്ന എക്സ്പോസാറ്റ് മിഷനിൽ നമ്മൾ ചെയ്തു. ഓക്കെ. ഈ ഒരു മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ PSC പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞ് ആ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതിതാണ്, ഇതോടൊപ്പം ഭ്രമണപഥത്തിൽ എത്തിയ ഒരു ഉപഗ്രഹ പേലോഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് VSAT. അപ്പോൾ എക്സ്പോസാറ്റ് എന്ന് പഠിക്കുമ്പം നിങ്ങൾ അതിനോട് ചേർത്ത് പ്ലസ് അഡീഷണലി പഠിച്ചു വെക്കുക VSAT എന്ന പേര്. എന്താണ് മക്കളെ? VSAT. എന്താണ് VSAറ്റിന്റെ ഫുൾ ഫോം? ഇതവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ ഫുൾ ഫോം ഉള്ളത് വുമൺ എൻജിനീയർഡ് സാറ്റലൈറ്റ് അല്ലേ, വുമൺ എൻജിനീയർഡ് സാറ്റലൈറ്റ്, വനിതകൾ. ഇവിടെ ശ്രദ്ധിക്കും മക്കളെ, പൂജപ്പുര നമ്മുടെ കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് നിങ്ങളെ മനസ്സ് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിർമ്മിത ഉപഗ്രഹ പേലോഡാണ് VSAT. ഇനി മറന്നുപോവോ? നമ്മൾ സാറ്റ് കളിക്കാറല്ലേ പിള്ളേരൊക്കെ? ഇനി മറക്കണ്ട, നമ്മുടെ തിരുവനന്തപുരത്തെ കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ ഇന്ത്യക്ക് അഭിമാനിക്കാം, ലോകത്തിന് അഭിമാനിക്കാം അല്ലേ. അവർ ഓരോരോ പുതിയ നേട്ടങ്ങളിലേക്ക് വരികയാണല്ലേ. എടാ വേറെ ആരും വേണ്ട, നിങ്ങൾ പുരുഷന്മാർ വരേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ വനിതാ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ പറയുന്ന കോളേജ് വിദ്യാർത്ഥികൾ അല്ലേ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ്. അവർ മാത്രം നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹ പേലോഡ്, അത് VSAT ആണ്. ഇത് ഈ പറയുന്ന PSLV C58 2024 ജനുവരി 1 വിക്ഷേപിച്ച ISROയുടെ ദൗത്യം അതിൻ്റെ കൂടെ അങ്ങോട്ട് വിട്ടു. സെറ്റാണോ? അൾട്രാ വയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പോൾ എക്സ്പോസാറ്റ് എക്സ്റേ, എന്നാൽ VSAT നമ്മുടെ പെൺകുട്ടികളല്ലേ വളരെ സ്മാർട്ടാന്ന് പറയില്ലേ. അപ്പോൾ അവർ അൾട്രാ വയലറ്റ് കിരണങ്ങളെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഒന്നാലോചിച്ച് അൾട്രാ വയലറ്റ് കിരണങ്ങളെ കുറിച്ച് അല്ലേ. അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോൾ പൂജപ്പുരയിലെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ പെൺപിള്ളേർ നമ്മുടെ മനസ്സിൽ വരണം. അൾട്രാ വയലറ്റ് പൂജപ്പുരയിലെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ അവർക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ പെൺകുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമായി അവരെ കൂടെ കട്ടയ്ക്ക് നിന്ന ടീച്ചറുടെ പേരാണ് പ്രൊഫസർ ലിസി എബ്രഹാം. ഒന്ന് പറഞ്ഞ മക്കളെ, പ്രൊഫസർ ലിസി എബ്രഹാം. ഇതൊന്നും ഒരുപക്ഷെ എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിക്കോളുന്നില്ല. നിങ്ങളിങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ ഏത് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വന്നാലും നമ്മൾ മാർക്ക് അടിച്ചിരിക്കണം. നോക്കൂ, VSAT വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് ഈ പറയുന്ന ISROയുടെ 60ാമത് ദൗത്യത്തോടൊപ്പം നമ്മൾ അയച്ച ഉപഗ്രഹ പേലോഡ്. ആ ഉപഗ്രഹ പേലോഡ് സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്ത പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ് പ്രൊഫസർ ലിസി എബ്രഹാം. മറ്റു ഒട്ടനവധി പെൺകുട്ടികൾ കൂടി ചേർന്ന് അത് ഉണ്ടാക്കിയാണ്. അപ്പോൾ സെറ്റാണോ? അവിടെ അൾട്രാ വയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ. അവിടെ അൾട്രാ വയലറ്റ്. നോക്കൂ, എക്സ്പോസാറ്റ് ബഹിരാകാശത്തെ എക്സ്റേ സോഴ്സുകളെ കുറിച്ച് പഠിക്കാം. രണ്ടും മാറേണ്ട സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. സെറ്റാണല്ലോ? ഈ ടോപ്പിക് ക്ലിയർ ആണ്. നോക്കൂ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേരാണ്
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേരാണ്. ഞാനിതാ 3 സ്റ്റാർ ഇട്ട് വെക്കാം. നിങ്ങൾ എഴുതാൻ പോകുന്ന, ഇനി നിങ്ങൾ അങ്ങോട്ട് 1-2 വർഷം പരീക്ഷ എഴുതുകയാണെങ്കിൽ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു 10 PSC പരീക്ഷ എടുത്താൽ അതിനകത്ത് ഉറപ്പായിട്ടും ഒരു പരീക്ഷയിൽ ഈ കുഞ്ഞുമോനെ കുറിച്ച് ചോദിക്കും. ആരാണ് ഈ കുഞ്ഞുമോൻ? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ 100 തവണ ചോദിച്ച പേരാണത്. ചോദ്യം വേറെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് കളിക്കാൻ പോകുന്നതായിരിക്കും. കാരണം ഇന്ത്യയുടെ 16ാമത് ഫിനാൻസ് കമ്മീഷൻ ആരാണ്? ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ പേരൊന്ന് പറഞ്ഞേ മക്കളെ. അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാമത് ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷനായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആവാൻ പോകുന്നത് അരവിന്ദ് പനഗരിയാണ്. ആ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ, ചെയർമാനായ 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമാകുന്ന ഒരു മലയാളിയുണ്ട്. ആ മലയാളിയുടെ പേര് ഒരു റാങ്ക് മേക്ക് ചോദ്യമായിരിക്കും, നല്ല ചോദ്യമായിരിക്കും. അതൊരു പക്ഷേ എല്ലാവർക്കും അറിയില്ല. അത് നിങ്ങൾ പിടിക്കണം. ആനി ജോർജ് മാത്യു ആണ്. ആനി ജോർജ് മാത്യു ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ലിസി എബ്രഹാം. അപ്പോൾ ഇത്തരത്തിലുള്ള വനിതാ രത്നങ്ങൾ നമ്മൾ മറക്കണ്ട. ലിസി എബ്രഹാം വിസാറ്റിന് നേതൃത്വം കൊടുത്ത അവരുടെ ടീച്ചറാണെങ്കിൽ ഇവിടെ നോക്കൂ, ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു മറന്നു പോണ്ട. ആനിയെ മറന്നു പോണ്ട. ജോർജ് മാത്യു. അപ്പോൾ അരവിന്ദ് പനഗരിയ 16ാമത് ധനകാര്യ കമ്മീഷനാണ്. യെസ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി ചുമതല ഏറ്റെടുത്തത് എസ് ശ്രീകലയാണ്. വീണ്ടും ഇതാ ഒരു പ്രധാനപ്പെട്ട വനിത വരികയാണ്. എന്താണ്? മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ. അപ്പൊ കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആണെന്ന് ചോദിച്ചാൽ എസ് ശ്രീകലയാണ്. നോക്കൂ, ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം. അപ്പോൾ ഇത് ഈ പറയുന്ന ഫിഡെയുടെ ലോക റാങ്കിങ്, ചെസ്സുമായി ബന്ധപ്പെട്ടാണ് ഫിഡെ, നമുക്കറിയാം. അപ്പൊ ചെസ്സിൽ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. ആരാണ്? SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ്. SL നാരായണൻ. സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന എവിടെയാണ്? അപ്പൊ സാഹിത്യ അക്കാദമി എന്നൊക്കെ പറയുമ്പം നമ്മൾ ആലോചിക്കല്ലേ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ, അല്ലെ? ഇന്ത്യയുടെ. ഇപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും അത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇപ്പം സാഹിത്യം എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാതെ കോഴിക്കോടേക്ക് പോകും മനസ്സ്. പക്ഷേ ഇവിടെ ആലോചിക്കുക, സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന് അവസരമൊരുക്കി, അല്ലെങ്കിൽ വേദിയാവാൻ അവസരമൊരുക്കിയത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയ്ക്കാണ്. അപ്പം തൃശ്ശൂരിൽ വെച്ചിട്ടാണ് സാർവദേശീയ സാഹിത്യോത്സവത്തിന് നടന്നത്. പഠിച്ചു വെക്കുക. 2024 പ്രധാനപ്പെട്ട പോയിന്റാണ്. 2024 നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇത് ശ്രദ്ധിക്കണം മക്കളെ. ഈ 62, 61, 63 ഇങ്ങനെയാണ് ചോദിക്കാറ്. നെഹ്റു ട്രോഫി വള്ളംകളി, അതുപോലെ കേരളത്തിലെ സ്കൂൾ യുവജനോത്സവം, ഇതൊക്കെ ഇങ്ങനെയാണ് ചോദിക്കുക നമ്പർ. അപ്പോൾ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലമാണ്, അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 62ാമത് 2024 നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലത്ത് വേദിയായെങ്കിലും അവിടെ കപ്പടിച്ചത് ആരാണ്? സാധാരണ നമുക്കറിയാം ടൈറ്റ് മത്സരമല്ല അവസാനം. കണ്ണൂരാണോ കോഴിക്കോടാണെന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം 2024 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കപ്പടിച്ചത് കണ്ണൂരുകാരാണ്. കൊല്ലവും കണ്ണൂരും മാറിപ്പോവും നിങ്ങളോട്, കൊല്ലവും കണ്ണൂരും. അപ്പോഴേ ഈ 2 ജില്ലകൾ പറയുമ്പോൾ രസകരമായൊരു വസ്തുത എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ PSCയിൽ എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അത് എപ്പോഴും പിള്ളേരോട് മാറിപ്പോവും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? എപ്പോഴും ചോദിക്കാറില്ലേ? അത് കണ്ണൂർ ജില്ലയാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. എപ്പോഴും മാറാറുണ്ട്. അപ്പം കണ്ണൂരുകാർ പഠിച്ചോളുക, അല്ലെങ്കിൽ കേരളത്തിലുള്ള പിള്ളേരെ നിങ്ങൾ പഠിച്ചോളുക. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണെങ്കിൽ ഏറ്റവും കുറവ് കൊല്ലത്താണ്. സെറ്റാണോ? എടാ, കടപ്പുറം അല്ലെങ്കിൽ കടൽ തീരം ഏറ്റവും കൂടുതലെന്ന് പറയുമ്പം ആ കടലിൻ്റെ തീരത്തൊക്കെ നോക്കൂ, കണ്ണൂർ ജില്ലയ്ക്ക് പോയവർക്കറിയാം. അവിടുത്തെ മണ്ണിന് ചില പ്രത്യേകത. കണ്ണൂർ കല്ലുകളൊക്കെ നമ്മൾ പഠിക്കാറില്ലേ? നല്ല ചെങ്കല്ല് കിട്ടുന്ന നാടല്ലേ കണ്ണൂർ. ഈ ചെങ്കല്ലിൻ്റെ കോറികളൊക്കെ നിങ്ങൾ നോക്കി, അവിടെയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇനമാണ് എന്ത്? നമ്മുടെ കശുമാവ്, അല്ലേ? കശുവണ്ടി.
അപ്പം കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ഈ കടൽ തീരം കൂടുതലുണ്ട് കണ്ണൂരിൽ, അവിടെ കശുവണ്ടിയിലെ ഉൽപ്പാദിപ്പിക്കുന്നു. കണ്ണൂരുകാർക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാടല്ലേ, ആ കണ്ണൂരുകാരാണ് കലോത്സവത്തിലും കപ്പടിച്ചത്. എന്നാൽ കൊല്ലത്ത് വെച്ചിട്ടാണ് കലോത്സവം 2024 നടന്നത്. ഈ കൊല്ലത്ത് കശുമാവ് കൂടുതലൊന്നുമില്ല, പക്ഷേ കശുവണ്ടി ഫാക്ടറികൾ കൂടുതലുണ്ട്. എപ്പോഴും ചോദിക്കാറുണ്ട്, തെറ്റിപ്പോകും. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം, കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ണൂർ. രണ്ടും മാറുമോ? കടൽത്തീരം ഏറ്റവും കൂടുതൽ കണ്ണൂർ, ഏറ്റവും കുറവ് കൊല്ലം. ഓക്കെ, അതൊക്കെ ഒന്ന് ചുമ്മാ പറഞ്ഞുള്ളൂ. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, 2024 നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലമാണ് വിജയിച്ചത് കണ്ണൂരാണ്. 2024 സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയായത് പാലക്കാട് ജില്ലയാണ്, അഥവാ ചിറ്റൂരിലാണ്. ചിറ്റൂർ മറന്നു പോകേണ്ട ടെക്നിക്കൽ കാര്യങ്ങൾ. ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം, നമ്മുടെ സാധാരണ സ്കൂൾ കലോത്സവങ്ങൾ അതുപോലെ തന്നെ മറ്റു ചില പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നടന്നത് എവിടെയും ചോദിക്കും. ടെക്നിക്കൽ ഹൈസ്കൂളിലെ പല രൂപത്തിലുള്ള കലോത്സവം നടക്കാറുണ്ട്. അതിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നടന്നത് പാലക്കാട് ജില്ല ചിറ്റൂർ. ഓക്കെ, ടെക്നിക്കലി ചിറ്റൂരാണ്. ചിറ്റൂർ എവിടെയാണ്? ടെക്നിക്കൽ, മറന്നു പോകണ്ട. ഓക്കെ, സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായത് എവിടെയാണ്? തൃശ്ശൂരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്താണ്. ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ചിറ്റൂരാണ്. സെറ്റാണ്. 2024 അന്തരിച്ച ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ മുൻ മേധാവിയുടെ പേര് സവി സമീർ എന്നാണ്. സവി സമീർ. ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ പാലസ്തീനുമായി ബന്ധപ്പെട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചാര സംഘടനയാണ് മൊസാദ്. ലോകത്തിലെ ഏറ്റവും പേര് കേട്ട ഒരു ചാര സംഘടനയാണ് മൊസാദ്, നിങ്ങൾക്കറിയാം. ആ മൊസാദിന്റെ മുൻ മേധാവി സവി സമീർ അന്തരിച്ചു. സവി സമീർ എന്ന് ഓർത്ത് വെച്ചാൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. രാജ്യത്തെ പ്രധാനപ്പെട്ട കാർ കമ്പനിയായ ഹുണ്ടായ് മോട്ടോർ. അപ്പോൾ ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോൺ. അതും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് ഹുണ്ടായ് ദീപിക. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൃതിയാണിത്. വൈ ഭാരത് മാറ്റേഴ്സ്. നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, നോക്കൂ, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള കാര്യമാണ്. പുതിയ മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വരും. അപ്പോൾ 2023 2024 ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന എസ് ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ്. എസ് ജയശങ്കറിന്റെ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ്. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ദബാരി കുരുവി. കുരുവി അടിച്ചാൽ എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലേ, അത് വേറെ കുരുവി, അത് വിജയുടെ സിനിമ കുരുവി. ഇത് ദബാരി കുരുവി, ഒന്ന് പഠിച്ചു വെച്ചേ, ദബാരി കുരുവി. സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ്. പിള്ളേരെ പഠിച്ചു വെക്കണം. സംവിധാനം ചെയ്തത് ആരാണ്? പ്രിയനന്ദൻ. പ്രിയദർശനല്ലേ? ദബാരി കുരുവിയുടെ സംവിധാനം പ്രിയനന്ദൻ. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ഏതാണ്? ദബാരി കുരുവി. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ഏതാണ്? ദബാരി കുരുവി. നോക്കൂ, ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. അധികമായാൽ അമൃതും വിഷം, നമ്മൾ പറയാറില്ലേ, നമ്മളെ മനസ്സിൽ കേട്ടിക്കേ. അമൃത് ഈ പറയുന്ന ഒരു പ്രശ്നമാണ് ആന്റിബയോട്ടിക് വേണം. നമുക്കിപ്പോൾ അങ്ങനത്തെ അസുഖം വന്നാൽ ആന്റിബയോട്ടിക് ഇല്ലാതെ വെറും നിർവാഹമല്ല, നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കുടിച്ചേ പറ്റും. പക്ഷെ അതിൻ്റെ എത്രത്തോളം സൈഡ് എഫക്റ്റ്, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഭാവിയിൽ എത്രത്തോളം വരുന്ന കാര്യം നമുക്കറിയോ? നമ്മൾ വേണ്ടാണ്ടും വേണ്ടിയിട്ടും ഇങ്ങനെ ആന്റിബയോട്ടിക് ആയി കുടിക്കുക. അപ്പോൾ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പദ്ധതിയാണ്, അല്ലെങ്കിൽ പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. മറന്നു പോകരുത്. കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. പൊതുവെ നിങ്ങൾക്കറിയാം, ഇത്തരത്തിൽ മതപരമായ ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നരേന്ദ്രമോദിയുടെ തട്ടകമായിരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരം. നമുക്ക് മോഡിജിയെ കുറിച്ച് പറയാൻ സമയത്ത് മോദിജിയൊക്കെ ഈ സൂര്യ നമസ്കാരത്തിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ് ഗുജറാത്ത് കേട്ടോ. അപ്പോൾ കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാൻ ഒരുങ്ങുന്ന കേരളത്തിലെ നഗരം. അപ്പം കേരളത്തിലെ AI ബന്ധപ്പെട്ടുകൊണ്ട് നോക്കൂ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില സിറ്റികളായിട്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ചില നഗരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാൻ ഒരുങ്ങുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. വയ കൊച്ചിയല്ല, AI കൊച്ചിയാന്ന് ആലോചിക്കട്ടോ. ഓക്കെ. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി
ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച മുൻ നോബൽ ജേതാവ്. ചില്ലറക്കാരനല്ല. നോക്കൂ, ഇപ്പം അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ കേസ് വന്നു അല്ലേ. അപ്പം അത്തരത്തില് മുഖം നോക്കാതെ ഏത് കൊമ്പനാണെങ്കിലും നടപടിയെടുക്കുന്ന ഒരു നല്ല പ്രവണത ലോകത്ത് കണ്ടുവരുന്നുണ്ടെന്ന് ആലോചിക്കുക. ഇദ്ദേഹം തെറ്റുകാരനോ ഇല്ല എന്നല്ല നമ്മളെ വിഷയം, നമുക്ക് പഠിക്കാൻ വേണ്ടി പറയാണ്. അപ്പം നോബൽ ജേതാവാണ്, നോബൽ സമ്മാന ജേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാരനല്ലേ. ചിരിച്ചിരിക്കുന്ന ആളുടെ പേര് നോക്കൂ. ഇദ്ദേഹം ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരുപാട് മാറ്റം ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് കേട്ടോ ഈ പറയുന്ന മുഹമ്മദ് യൂനസ്. സ്റ്റാർ ഇട്ട് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൊഴിൽ നിയമലംഘനം അല്ലെങ്കിൽ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച മുൻ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രാമീൺ ബാങ്ക്, വളരെ ഫേമസ് ആയ ബാങ്കാണ് ഗ്രാമീൺ ബാങ്ക്. ജനങ്ങൾക്ക്, ഏറ്റവും സാധാരണ ജനങ്ങളുടെ അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആരംഭിച്ച ഒരു ബാങ്കാണ്. അതുകൊണ്ട് വളരെയേറെ എന്താ പറയുക, നല്ല അംഗീകാരങ്ങളൊക്കെ തേടി വന്ന ബാങ്കാണ്. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയായി. അപ്പം ഗ്രാമീൺ ബാങ്ക് നോക്കൂ, അതിൻ്റെ സ്ഥാപകനാണ് മുഹമ്മദ് യൂനസ്. പാവങ്ങളുടെ ബാങ്കർ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ കേട്ടോ. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയും മുഹമ്മദ് യൂനസ് ആണ്. ബംഗ്ലാദേശ് ആണ്. ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് മറന്നു പോകണം. 2014 ഒരു പക്ഷേ കൊടുക്കും. ഈ പറയുന്ന കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി, ഇവർക്കൊക്കെ നോബൽ സമ്മാനം കിട്ടിയത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, തെറ്റിക്കരുത്. 2006 ആണ്. അപ്പം 2006 ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം ലഭിച്ചത്. മുഹമ്മദ് യൂനസിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്ത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2006. ഓക്കെ. അപ്പൊ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച മുൻ നോബൽ ജേതാവാണ് മുഹമ്മദ് യൂനസ്. പാവങ്ങളുടെ ബാങ്കർ. 2006 നോബൽ സമ്മാനം കിട്ടിയ ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനൊക്കെ ഇദ്ദേഹമാണ്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനമാണ് കവച് അല്ലേ. ഒരു കവചം. നമുക്കറിയാം ബാലസോർ ട്രെയിൻ ദുരന്തം നമ്മൾ കഴിഞ്ഞ 2023 കറണ്ട് അഫയേഴ്സിൽ പഠിച്ചാണ്. ഒഡീഷയിലെ ബാലാസോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രെയിൻ ദുരന്തം നടക്കുന്നു. ട്രെയിനുകളിലെ അവരുടെ സിഗ്നലും കാര്യങ്ങളൊക്കെ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് എത്ര ആളുകളല്ലേ, വല്ലാത്ത നമ്മളെ കണ്ണീരിലായിട്ടൊരു സംഭവം. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ യാത്ര എന്നൊക്കെ നമ്മൾ വിശേഷിക്കുന്ന ട്രെയിനിനെ സംബന്ധിച്ച് ആ ട്രെയിനിലെ കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനത്തിൻ്റെ പേര് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കവച്. എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ദേശീയ അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണ്. നോക്കൂ, ശശി തരൂർ അല്ലേ. ശശി തരൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു പോകണം. അദ്ദേഹത്തിന് ഒരുപാട് കൃതികളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ദേശീയ അവാർഡ് ലഭിച്ചത് ശശി തരൂറിനാണെന്ന് പഠിച്ചു വെക്കുക. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കർഷക തൊഴിലാളികളെ അല്ലേ, സഖാക്കളെ മുന്നോട്ട് കേൾക്കുമ്പം ആലപ്പുഴയുടെ പുന്നപ്ര വയലാറിൻ്റെ അല്ലേ ആ ഒരു രക്തസാക്ഷികളുടെയൊക്കെ നാട്ടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വലിയ സംഭാവന നൽകിയ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി. അപ്പം കർഷക തൊഴിലാളികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ആരെ? സഖാവ് VS-നെ. അപ്പോൾ കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുന്ന പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് കർഷക തൊഴിലാളികളുടെ നേതാവായിരുന്ന VS അച്യുതാനന്ദനാണെന്ന് പഠിച്ചു വെക്കണം കേട്ടാ. യെസ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിലും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോൾ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഉത്തർപ്രദേശ് നിങ്ങളുടെ മനസ്സിൽ കിടന്നോട്ടെ. ഉത്തർപ്രദേശിൽ എന്ത് വരുന്നു? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെ വരുന്നു? ഉത്തരാഖണ്ഡിലല്ല, പഞ്ചാബിലല്ല, ഇവിടെയാണ്, ഉത്തർപ്രദേശിലാണ്. പഠിച്ചു വെക്കുക. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. ആരാണ്? പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിയാണ്. പഠിച്ചു വെക്കുക. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. പഠിച്ചു വെക്കണേ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിൽ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെ ആരംഭിച്ചു? ഏത് സംസ്ഥാനത്ത്? ഉത്തർപ്രദേശ്. പെൺകുട്ടികൾ മാത്രമുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ. അതുപോലെ തന്നെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ച 2024 ആർക്കാണ്? ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി അല്ലേ.
ഗുപ്തൻ ചത്തു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പഠിച്ചു വെച്ചോ. ചത്തു എന്ന് പറയാൻ പാടില്ല മനുഷ്യന്മാർ. ഏതൊരു സിനിമയിലുണ്ട്, ഹരിഹർ നഗർ, ഏതാ സിനിമ? ഹരിഹർ നഗർ അല്ല, ഹരികൃഷ്ണൻസിലാന്ന് തോന്നുന്നു അല്ലേ, ഗുപ്തൻ്റെ മരണം. അപ്പം ഗുപ്തൻ ചത്തു ചുമ്മാ പറഞ്ഞാണ് പഠിക്കാൻ വേണ്ടി. ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്ന ഒരു അവാർഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. സെറ്റ് നോക്കൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ്. എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ കറണ്ട് അഫയേഴ്സ് പഠിച്ചാലും ചില ചോദ്യങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ PS ചോദിക്കാറെന്ന് പിള്ളേർ പറയാറുണ്ട്. അതുപോലെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില ചോദ്യങ്ങളിൽ പെടുന്നതാണ് അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി. അപ്പോൾ ഭാരോദ്വഹനമാണ്. ഭാരോദ്വഹനത്തിൽ ഈ മിടുക്കി നമ്മുടെ സ്വന്തം അമൃത P സുനി. ഈ പേരൊന്ന് നോട്ട് വെച്ചിട്ടോ, അമൃത P സുനി. മലയാളിയാണ്, കേരളക്കാരത്തിയാണ്. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണല്ലേ. അപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിനകത്ത് ജൂനിയർ അതുപോലെ തന്നെ സീനിയർ വിഭാഗങ്ങൾക്കകത്ത് യൂത്ത് ആൻഡ് ജൂനിയർ, എന്താണ് യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളിയാണ് അമൃത P സുനി. അമൃത P സുനി. ഓപ്പറേഷൻ അമൃത് മറന്നുപോലല്ലോ ആന്റിബയോട്ടിക്, ഇത് അമൃത P സുനി മറന്നുപോകണ്ട. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം. നോക്കൂ മക്കളെ, ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത് നമ്മുടെ രാജ്യസഭാ മെമ്പറാണ് ജബി മേത്തർ. എറണാകുളംകാർക്ക് അറിയാം, അവിടുത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകയാണ് ജബി മേത്തർ. അപ്പോൾ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരം കിട്ടിയത് ജബി മേത്തർ. അടുത്ത പോയിന്റ് നോക്കൂ. പ്രൊഫസർ MK സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇത് പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്ത പിള്ളേരെ സംബന്ധിച്ച് അവർക്കൊരു സംശയമായിരിക്കും. സാനുമാഷിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, മലയാളിയുടെ മലയാളിയുടെ അഭിമാനമായ നമ്മുടെ MTക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചിലർക്ക് ഒരു അതിശയോക്തി ചിലപ്പോൾ ചിന്തിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് MTക്കാണ്, MT വാസുദേവൻ നായർക്കാണ്. മറന്നു പോകേണ്ട, ശ്രദ്ധിച്ചോളുക. 2024 ജനുവരിയിൽ മക്കളെ സ്റ്റാർ ഇട്ട് വെക്കാൻ 3 സ്റ്റാർ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏക സിവിൽ കോഡ് 2024 ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം, അങ്ങനെയൊക്കെ ചോദിക്കാം. കാരണം രൂപീകരണ വേള തൊട്ട് ഏക സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനമാണ് ഗോവ. നിങ്ങൾക്കറിയാം, ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്ത് രൂപീകരണ വേള തൊട്ട് ഏക സിവിൽ കോഡ് ഉണ്ട്. പക്ഷേ നോക്കൂ, 2024 നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു മൗന സമ്മതത്തോട് കൂടിയിട്ട് 2024 ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. മറന്നു പോകേണ്ട, ഉത്തരം മറന്നു പോയത്, ചോദിക്കാൻ സാധ്യതയേറെ. ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ്, മറന്നു പോകേണ്ട. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരിലുള്ള ഒരു പുരസ്കാരം 2024 ലഭിച്ചത് നോക്കൂ, പുനലൂർ സോമരാജൻ. സാമൂഹിക മേഖലയിലൊക്കെ അല്ലെ, ഒരുപാട് കാരുണ്യ മേഖലയിലൊക്കെ ഇടപെടുന്ന പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. പുനലൂർ സോമരാജൻ, മറന്നു പോകണ്ട. പുനലൂർ സോമരാജൻ. ആറാട്ടുപുഴയും പുനലൂരും അല്ലേ, നല്ല രസമല്ലേ? പുനലൂർ എന്ന് കേൾക്കുമ്പം നല്ല ചൂട് കൂടിയ സ്ഥലം ആലോചിക്കുക. ആറാട്ടുപുഴയിൽ പുനലൂര് ഉണ്ടല്ലോ, പഠിച്ചു വെക്കണേ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, നമ്മുടെ സിജു വിൽസൺ അഭിനയിച്ച സിനിമയൊക്കെ ഇല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2024 ലഭിച്ചത് പുനലൂർ സോമരാജൻ. ഉത്തരാഖണ്ഡ് MT, മറന്നു പോകണ്ട. ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സിൽ പറയുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രം ദുബായ് ആണ്. ഇപ്പോൾ 2024 ഇതൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടാണെന്ന് അറിയില്ല. ദുബായിൽ നിങ്ങൾക്കറിയാം അല്ലേ, ദുബായിയുടെ ചരിത്രത്തിൽ ആദ്യമായി ദുബായിയെ പിടിച്ചു കുലുക്കിയ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മഴ പെയ്ത് വലിയ ദുരിതത്തിലാണ് ആ നഗരം, ആ ജനത. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അവിടെ വന്ന ആ ഒരു ആളുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് 2024 ട്രിപ്പ് അഡ്വൈസർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് ആണെന്ന് പഠിച്ചു വെക്കുക. ദുബായ്, മറന്നുപോലല്ലോ, ദുബായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യ ക്ലാസ് പഠിച്ചത്. നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണേ മക്കളെ. യെസ്, ഒന്നാമത്തെ ചോദ്യം, ISROയുടെ 60ാമത് ദൗത്യമായ എക്സ്പോസാറ്റ് മിഷനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവന വിലയിരുത്തുക. ഞാൻ ചോദ്യം വായിക്കാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ. നിങ്ങൾ പഠിച്ചാലേ നമുക്ക് ഓർമ്മ ആണല്ലോ. യെസ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ ബഹിരാകാശത്ത്
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ശരിയാണ്. ഞാൻ ആ ചോദ്യം നമ്മൾ ഇങ്ങനെ പരീക്ഷകൾ വായിക്കുമ്പോൾ നമുക്ക് ശരിയാണ് നമ്മൾ ശരി നോക്കുക. ആദ്യം നമ്മൾ നോക്കുക ബന്ധപ്പെട്ട പ്രസ്താവന വിലയിരുത്താനാണ്. അപ്പോൾ ശരിയോ തെറ്റോ എന്ന് വേണ്ട. അപ്പോൾ നമ്മൾ ഓരോന്ന് വിലയിരുത്തി വരാം. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ഈ പറയുന്ന ഫ്യൂവൽ സെൽ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, അത് രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ശരിയാണ്. വിക്ഷേപിച്ച വാഹനം PSLV-C 56 ഞാൻ എത്രയോ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. 2 കുറയ്ക്കണം. 60ാമത്തെ ദൗത്യം 58 PSLV-C 58 എക്സ്പോസാറ്റ് എക്സ്റേയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത അൾട്രാവയലറ്റ് കിരണങ്ങൾ തെറ്റാണ്. ലക്ഷ്യം ബഹിരാകാശത്തെ അൾട്രാവയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. തെറ്റാണ്. അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ് അല്ലേ. അവിടെ നമ്മൾ എക്സ്റേ കിരണങ്ങൾ X പറഞ്ഞു, PSLV-C 58 പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1 മാത്രമാണ് ശരി. 1, 2, 3 ശരി, തെറ്റാണ്. 1, 3 തെറ്റ്. 1, 3 തെറ്റ്, 2 ശരി, അതും പറ്റൂല. 1, 2 തെറ്റ്, അതും പറ്റില്ല. 1 ശരി. ഓക്കെ, 2, 3 തെറ്റും. അപ്പം ഓപ്ഷൻ ഡി ആണ്. യെസ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. ചോദ്യം കാണുന്നതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? യെസ്, ഉത്തർപ്രദേശാണ്. ഓപ്ഷൻ സി. 2023 പ്രൊഫസർ MK സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 24 പ്രഖ്യാപിച്ചത് MT വാസുദേവൻ നായർ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്ന് ചോദ്യം വായിച്ചേ, ഉത്തരം കിട്ടുന്നത് നോക്കിയേ. യെസ്, വീഡിയോ പോസ്റ്റ് ചെയ്ത് വിചാരിക്കുന്നു. ഞാനിനി ഉത്തരം പറയാം. സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി തൃശ്ശൂരിലാണ്. ഒരു സംശയമില്ല, തൃശ്ശൂരാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി 62 ആലോചിക്കണേ. 62 ശരിയാണ്. വേദി കൊല്ലമാണ്. ശരിയാണ്. 2024 സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോടാണ്. ടെക്നിക്കൽ സ്കൂളും കാര്യങ്ങളൊക്കെ നടന്നു, പക്ഷേ അത് കോഴിക്കോട് ചിറ്റൂരാണത്. പാലക്കാട്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. 1, 2 ശരി, 3 തെറ്റ്. ബാക്കി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതല്ലേ സാധനം വേദി. അതുപോലെ തന്നെ സാഹിത്യോത്സവത്തിന്റെ വേദി തൃശ്ശൂർ. അവസാന ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയ മൂതേട്ടനാണോ? മൂതേട്ടന് 15ആണ്. അപ്പൊ ഈ സന്തോഷ് കുമാർ, അദ്ദേഹത്തിന്റെ കൃതി ഓർമ്മയുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്നുണ്ടോന്ന് അല്ലേ? നാരകങ്ങളുടെ ഉപമ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതുപോലെ 2024 സെറ്റായിട്ട് കൃത്യമായിട്ട് അടുക്കും ചുറ്റിയോട് പഠിക്കാൻ പറ്റണം. 23 നമ്മൾ ഇതുപോലെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതൊരു ടോപ്പിക് വൈസ് ക്ലാസ്സുകളുണ്ട്. എല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് എത്രയാണോ നിങ്ങളുടെ സിലബസിൽ ആ പരീക്ഷയ്ക്ക് പറഞ്ഞ കറണ്ട് അഫയേഴ്സ് മാർക്ക് അത് മുഴുവനും നേടാൻ സാധിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.